ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു വെറൈറ്റി വീഡിയോ ആണ്. വെറൈറ്റി വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണക്കാർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു നോർമലായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു പാത്രം നിറയെ ഫിഷ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം അതിൽ ബാക്കി വരുന്ന ആ എണ്ണയും മസാലയും കൊണ്ടാണ് ഇന്നത്തെ കുക്കിംഗ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കാം. ഓക്കെ, ഇപ്പം നമ്മൾ സാധാരണ ഫിഷ് അല്ലെങ്കിൽ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തിട്ട് ബാക്കി വരുന്ന എണ്ണ ഉണ്ടല്ലോ, അത് മിക്ക ആളുകളും കളയാറാണ് ചെയ്യാറ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഈ എണ്ണ കളയാതെ ചെയ്യാൻ പറ്റുന്ന ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പം പണ്ടെന്ന് പറയുമ്പോൾ ഞാൻ ചെറിയ കുട്ടിയാവുന്ന സമയത്ത് ഒരു 6th 7th സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഉച്ചയ്ക്ക് ഞാൻ ചോറ് തിന്നാൻ വേണ്ടിയിട്ട് ഞാൻ വീട്ടിലോട്ടാണ് പോകാറ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ആ സമയത്തൊക്കെ എനിക്ക് ഉമ്മയാണ് വാരി തന്നത്. അതെങ്ങനെയെന്ന് വെച്ചാൽ എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. നമ്മൾ അധികം മത്തിയാണ് ഉണ്ടാവാറ്. മത്തി നന്നായിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് ആ ചട്ടിയിലുള്ള ആ എണ്ണയും പിന്നെ മസാല ഉണ്ടല്ലോ, അതിലോട്ട് ആ വെള്ള ചോറ് ഇട്ടിട്ട് കൂട്ടിക്കുഴച്ചിട്ട് വലിയ ഉരുളാക്കിയിട്ട് വായിൽ വെച്ചിട്ട് അതിങ്ങനെ ആലോചിക്കുമ്പോഴല്ലോ വായിൽ ഇപ്പോഴും വെള്ളം ഊറുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അതിനേക്കാൾ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇതിലോട്ട് ഈ ചട്ടിലോട്ട് ഈ നമ്മളിപ്പം ഫിഷ് ഫ്രൈ ചെയ്ത ആ എണ്ണ ഉണ്ടല്ലോ, ആ എണ്ണയിലോട്ട് കുറച്ചും കൂടി ഞാൻ എണ്ണ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ച് എണ്ണ ഉണ്ടായിട്ടുള്ളൂ. അപ്പം അതിലോട്ട് ഞാൻ ഇനി വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ പച്ചമുളക്, ചെറിയ ഉള്ളി, അതൊക്കെ എല്ലാം കുനുകുന അരിഞ്ഞിട്ട് ആ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പില, അതെല്ലാം ഇട്ടിട്ട് ഇങ്ങനെ ഒരു ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ഒരു യെല്ലോ ഷെയ്ഡ് സിനഫ്. ഓക്കെ, അത്രയും മതി. അത്രയും ഒരു കളറിൽ നമ്മളിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പൊടികൾ ഇട്ട് കൊടുക്കുക. പൊടികളെന്ന് പറയുമ്പോൾ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, എല്ലാ പൊടികളും ഇട്ട് കൊടുക്കാം. പക്ഷേ ഞാനിവിടെ ഇട്ടിട്ടുള്ളത് മുളക് പൊടി ഇട്ടിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. മല്ലിപ്പൊടി ഞാൻ ഇട്ടിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു കുത്തലുണ്ടല്ലോ, മല്ലിപ്പൊടി ഒരു കുത്തൽ ചിലർക്കൊന്നും പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ എനിക്കും വലിയ ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, അതിനുശേഷം നമ്മൾ നന്നായിട്ട് ഇങ്ങനെ വറുത്തെടുക്കുക. ആ പൊടി ഇടുമ്പോൾ ഒരു ചെറിയൊരു സ്മെല്ല്, നല്ല അടിപൊളി സ്മെല്ല് വരുമല്ലോ. ആ സ്മെല്ല് വരുന്ന സമയത്താണ് നമ്മൾ ആ വെള്ള ചോറുണ്ടല്ലോ, നോർമൽ റൈസ് നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു കാര്യം ഞാൻ മറന്നുപോയി, ഉപ്പിടാൻ മറക്കരുത്. കാരണം ചില ആളുകൾ വിചാരിക്കും ഇതൊരു എന്താ പറയുക സാധാരണ ചോറല്ല, അപ്പോൾ അതിലോട്ട് ഉപ്പിടേണ്ട ആവശ്യമുണ്ടോയെന്നൊക്കെ വിചാരിക്കും. അപ്പോൾ എന്തായാലും ഉപ്പ് മസ്റ്റാണ്. അപ്പോൾ അതിലോട്ട് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. മസാല എല്ലായിടത്തും പിടിക്കുന്നത് വരെ അങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഇതെന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വലിയ ചിലവൊന്നും ഇല്ലാത്ത കാര്യമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഓക്കെ, അപ്പോൾ അതുവരേക്കും ബൈ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം കേട്ടോ. അടിപൊളിയെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് ടേസ്റ്റ്. എനിക്കെന്ന് പറഞ്ഞാൽ എനിക്ക് പണ്ടത്തെ ഇതൊക്കെ ഓർമ്മ വരും. ഇത് കഴിച്ചപ്പോൾ വന്നിട്ടല്ലോ ആ ഒരു ടേസ്റ്റാണ് ഫീൽ ചെയ്തത്. പൊളിയാണ് കേട്ടോ.